കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. പ്രിയമുള്ളവരെ, പലവരുടെയും ഒരു പരാതി പലപ്പോഴും അവർക്ക് വേണ്ടത്ര രീതിയിൽ ഒരു വിജയം, ഉന്നതി പ്രാപിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പഠനത്തിൽ നന്നായി മുന്നേറിയിരുന്ന മക്കൾ കുറച്ച് കഴിയുമ്പോൾ അവർ പുറകിലേക്ക് വരുന്നു. നന്നായി കുടുംബം നോക്കിയ ചില വ്യക്തികൾ അലസരായി മാറുന്നു, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിവാകുന്നു. ബാറൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്: തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി. അപ്പോൾ ഒരു ജനത്തിൻ്റെ ഉന്നതിയിൽ തടസ്സം വരുവാൻ, ആ ജനം അതിൽ വീഴുവാൻ കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, കർത്താവിൻ്റെ സ്വരം കേട്ടില്ല. അതായത് ദൈവത്തിൻ്റെ വചനം അവർ ശ്രവിച്ചില്ല, വായിച്ചില്ല, അത് നിറവേറ്റിയില്ല. ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ മൊഴി, ദൈവത്തിൻ്റെ കൽപ്പന, ദൈവസ്വരം അതവർ കേട്ടില്ല, കേൾക്കാൻ മനസ്സ് കാണിച്ചില്ല, അതിന് അവർ കാത്തില്ല. രണ്ടാമത്, കർത്താവിനെതിരെ പാപം ചെയ്യുന്നു. ഒരു ജനത്തിൻ്റെ ഉന്നതി, അഭിവൃദ്ധി നഷ്ടപ്പെടാൻ രണ്ടാമത്തെ ഒരു കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ദൈവത്തിനെതിരെ പാപം ചെയ്യുമ്പോഴാണ്. നമ്മുടെ കഴിവുകളിൽ നമുക്ക് കുറെ കഴിയുമ്പോൾ അതിൽ മാറ്റം സംഭവിക്കും. നമ്മൾ കുറെ കഴിയുമ്പോൾ മത്സരിക്കേണ്ടതായിട്ട് വരും, പ്രയാസപ്പെടേണ്ടതായിട്ട് വരും, കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. നമുക്ക് മറ്റുള്ളവരുടെ മേലുള്ള സ്വാധീനം നഷ്ടപ്പെടും. മറ്റുള്ളവർ നമ്മെ കീഴ്മേൽ മറിച്ചിടുന്ന വിധത്തിൽ നമ്മുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ തുടങ്ങും. നമുക്ക് താല്പര്യങ്ങൾ കുറയും, നമുക്ക് വളർച്ച മുരടിക്കും. അപ്പോൾ 2 കാരണത്താൽ ജനം ഉന്നതി പ്രാപിക്കാതെ പോകുന്നത്: ഒന്ന്, ദൈവത്തിൻ്റെ വചനം അവർ വായിക്കുകയോ കേൾക്കുകയോ ധ്യാനിക്കുകയോ പാലിക്കുകയോ ചെയ്യുന്നില്ല. 2, ദൈവത്തിനെതിരായി പാപം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവുകൾ, പരാജയങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കുവാൻ കഴിയാതെ, വിജയം വരിക്കുവാൻ കഴിയാതെ ഞങ്ങൾ തകർന്നു പോവാനോ താഴോട്ട് വരുവാനോ, ഞങ്ങൾ എന്തെങ്കിലും കാരണത്താൽ പുറകിലാകുവാനോ കാരണമായിട്ടുണ്ടെങ്കിൽ കർത്താവേ, അങ്ങയുടെ വചനം ശ്രവിക്കുവാൻ ഒരു വലിയ കൃപ നൽകണമേ. ആ വചനം ധ്യാനിക്കുവാൻ അനുഗ്രഹം നൽകണമേ. ആ വചനത്തിൽ നിലനിൽക്കുവാൻ, ആ വചനം ഞങ്ങൾ മാംസം ധരിക്കാൻ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവജലത്തിൻ അരുവിയേ, പരിശുദ്ധാത്മാവേ, സ്നേഹത്തിൻ നീരുറവയേ, പരിശുദ്ധാത്മാവേ. ജീവജലത്തിൻ അരുവിയേ, പരിശുദ്ധാത്മാവേ, സ്നേഹത്തിൻ നീരുറവയേ, പരിശുദ്ധാത്മാവേ. എന്നിൽ വരേണമേ, എന്നിൽ നിറഞ്ഞു കവിയണമേ, എന്നിൽ വാഴണമേ, എന്നെ നിർമ്മലനാക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.